السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد. സഹോദരന്മാരെ, റജബിന്റെ നോമ്പിനെ സംബന്ധിച്ചാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നത്. ഞാനൊരു ചരിത്രം പറയാം. ഒരിക്കൽ പ്രകാശത്താൽ വെട്ടിത്തിളങ്ങുന്ന ഒരു പർവ്വതത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറഞ്ഞു, അല്ലാഹുവേ, ഈ പർവ്വതത്തെ എന്നോട് സംസാരിപ്പിച്ചാലും. പർവ്വതം ചോദിച്ചു, യാ റൂഹല്ലാഹ്, താങ്കൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? പർവ്വതം സംസാരിക്കുകയാണ്. താങ്കൾ എന്താ ഉദ്ദേശിക്കുന്നത്? മറുപടി, നീ നിന്റെ വിവരങ്ങൾ എന്നോട് പറഞ്ഞു തന്നാലും. പർവ്വതം പറഞ്ഞു, എന്റെ ഉൾഭാഗത്ത് ഒരു മനുഷ്യൻ ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് ആ മനുഷ്യൻ പുറത്തെത്തിക്കാൻ തേടുകയും അത് പ്രകാരം പർവ്വതം പിളറുകയും നല്ല സുമുഖനായ ഒരാൾ പുറത്തു വരികയും ചെയ്തു. അയാൾ പറഞ്ഞു, ഞാൻ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമയുടെ സമുദായത്തിൽപ്പെട്ടവനാണ്. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായത്തിൽ ഉൾപ്പെടാൻ വേണ്ടി ഞാൻ അല്ലാഹുവിനോട് ആയുസ്സിനെ തേടിയിരുന്നു. അപ്പോൾ സഹോദരന്മാരെ മനസ്സിലാക്കണം, ആയുസ്സിനെ തേടി ആര്യാ മനുഷ്യൻ. ഇപ്പോൾ എനിക്ക് 600 വർഷമായി ഞാൻ ഈ പർവ്വതത്തിൽ അല്ലാഹുവിനെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നു. ഈസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ചോദിച്ചു, അല്ലാഹുവേ, ഭൂമി ലോകത്ത് ഇദ്ദേഹത്തെക്കാൾ മഹത്വമുള്ള ആരെങ്കിലും നീ സൃഷ്ടിച്ചിട്ടുണ്ടോ? മറുപടി, മുഹമ്മദീയ സമുദായത്തിൽ ആ സമുദായത്തിൽ നിന്ന് ആരെങ്കിലും റജബിലെ ഒരു ദിവസം നോമ്പെടുത്താൽ അവൻ എന്റെ അടുക്കൽ ഇദ്ദേഹത്തെക്കാൾ മഹത്വമുള്ളവനാണ്. അപ്പൊ റജബിന്റെ ഒരു നോമ്പ് എന്താണ്? വലിയ പവറാണ് റജബിലുള്ള നോമ്പ്. ആ നോമ്പ് നോറ്റവരുടെ ഏറ്റവും വലിയ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും കിട്ടുകയാണ്. അതിന് ഈ ചരിത്രം ഈമാനുള്ളവർ ഇത് മതി. അല്ലാഹു നമുക്ക് നല്ല ധാരാളമായി ഈ റജബിൽ സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള ഭാഗ്യവും തൗഫീഖും അല്ലാഹു നൽകട്ടെ.